90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. 100 വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. കിഫ്ബി സംബന്ധിച്ച് CAG സമർപ്പിച്ചത് അന്തിമ റിപ്പോർട്ടെന്ന് സംബന്ധിച്ച് ധനമന്ത്രി കരട് റിപ്പോർട്ടിൽ ഇല്ലാത്ത 4 പേജ് അന്തിമ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തത് ഡൽഹിയിൽ നിന്ന്. സംസ്ഥാനത്തിനെതിരെ നടക്കുന്നത് ചെറിയ കളിയല്ല. CAG റിപ്പോർട്ട് ഏകപക്ഷീയം. മസാല ബോണ്ട് ഇറക്കിയത് RBI അനുമതിയോടെ. CAG റിപ്പോർട്ട് ധനമന്ത്രി മോഷ്ടിച്ചെന്ന് കോൺഗ്രസ്. രാജി ആവശ്യവുമായി BJP. മസാല ബോണ്ടിൽ വിശദീകരണവുമായി കിഫ്ബി. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ തള്ളി. പണം സമാഹരിച്ചത് 9.72% പലിശ നിരക്കിൽ. കുറഞ്ഞ പലിശ US ഡോളറിൽ ഇറക്കുന്ന ബോണ്ടുകൾക്കെന്നും മസാല ബോണ്ട് ഇന്ത്യൻ രൂപയെ അടിസ്ഥാനമാക്കിയെന്നും വിശദീകരണം. മുൻ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും മസാല ബോണ്ടിനെ എതിർത്തതിന്റെ രേഖകൾ പുറത്ത്. സ്വർണ്ണക്കടത്തിലെ എൻഫോഴ്സ്മെന്റ് കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിന് ജാമ്യമില്ല. നടപടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേത്. ജാമ്യാപേക്ഷ തള്ളിയത്. ഇപ്പോൾ ജാമ്യം നൽകിയാൽ കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ED വാദങ്ങൾ അംഗീകരിച്ച് M. ശിവശങ്കറിനെ നാളെ ജയിലിൽ ചോദ്യം ചെയ്യാൻ വിജിലൻസിന് അനുമതി. കേസിൽ പ്രതികളായ സരിത്തിനെയും സ്വപ്ന സുരേഷിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അനുമതി. ഇരുവരുടെയും റിമാൻഡ് കാലാവധി ഡിസംബർ 1 വരെ നീട്ടി. ബംഗളൂരു ലഹരിക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിയെ കസ്റ്റഡിയിലെടുത്ത നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. ചോദ്യം ചെയ്യലിനായി ബിനീഷ് കോടിയേരിയെ പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് NCB ഓഫീസിലേക്ക് കൊണ്ടുപോയി. NCB സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി ബിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 5792 പേർക്ക്. രോഗം സ്ഥിരീകരിച്ചവരിൽ 64 ആരോഗ്യ പ്രവർത്തകർ. 24 മണിക്കൂറിടെ പരിശോധിച്ചത് 56,000-ലധികം സാമ്പിളുകൾ. 27 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ആകെ മരണം 1915. കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 10.31%. 6620 പേർക്ക് രോഗമുക്തി. പാലാ നഗരസഭയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാകാതെ ഇടതുമുന്നണി. 26 ഡിവിഷനുകളിൽ 17 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു ജോസ് കെ മാണി വിഭാഗം. 4 സീറ്റുകളെങ്കിലും വേണമെന്ന് CPI. പെരിയ ഇരട്ടക്കൊല കേസ് അന്വേഷണം CBIക്ക് കൈമാറിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. മുദ്രവച്ച കവറിൽ അന്വേഷണ വിവരങ്ങൾ സമർപ്പിച്ചെന്ന് CBI. സോളിസിറ്റർ ജനറലിന് വാദം പറയാൻ സമയം വേണമെന്നും CBI. ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് L. നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ച്. CBIക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി വിജ്ഞാപനമിറക്കി. കേസെടുക്കാനാവുക സർക്കാരിന്റെ അനുമതിയോടെയോ കോടതി വിധി പ്രകാരമോ മാത്രം. CBIക്ക് നേരത്തെ നൽകിയ അനുമതി പിൻവലിച്ചു. നിലവിലുള്ള അന്വേഷണത്തിന് തടസ്സമില്ല. മന്ത്രിസഭാ തീരുമാനപ്രകാരം വിജ്ഞാപനമിറക്കിയത് ആഭ്യന്തര സെക്രട്ടറി. പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്കെതിരായ അഴിമതി കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി. നടപടി വിശ്വനാഥ് സിൻഹ സഹകരണ ബാങ്ക് MD ആയിരിക്കെ വഴിവിട്ട് വായ്പ നൽകിയെന്ന ഹർജിയിൽ. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിക്ക് 3.5 കോടി രൂപ വായ്പ അനുവദിച്ചതിൽ ക്രമക്കേടെന്ന ആരോപണം. ക്രിമിനൽ ഗൂഢാലോചന കണ്ടെത്തുന്നതിൽ വിജിലൻസിന് വീഴ്ചയെന്ന് കോടതി. റെയ്ഡിന് പിന്നാലെ ബിലീവേഴ്സ് ചർച്ച് സ്ഥാപകൻ ബിഷപ്പ് KP യോഹന്നാനെ ചോദ്യം ചെയ്യാൻ ആദായ നികുതി വകുപ്പ്. തിങ്കളാഴ്ച കൊച്ചി ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ നോട്ടീസ്. സ്ഥാപനങ്ങളുടെ ആസ്തിയും വരുമാനവും പരിശോധിക്കും. തിരുവല്ലയിലെ പരിശോധനയ്ക്കിടെ 2.5 കോടി രൂപ കൂടി പിടിച്ചെടുത്തു. നിക്ഷേപ തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ MC കമറുദ്ദീനെ ആശുപത്രിയിലേക്ക് മാറ്റി. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇന്ന് രാവിലെ. നിക്ഷേപ തട്ടിപ്പിൽ MLA വീണ്ടും ഹൈക്കോടതിയിലേക്ക്. ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. കൂട്ടുപ്രതി പൂക്കോയ തങ്ങളെ പിടികൂടാനാകാതെ അന്വേഷണ സംഘം. ചിഹ്ന വിഷയത്തിൽ ജോസ് കെ മാണിക്ക് തിരിച്ചടി. കേരള കോൺഗ്രസിന്റെ 2 ഇല ചിഹ്നം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു. ജോസ് കെ മാണി വിഭാഗത്തിന് ടേബിൾ ഫാനും ജോസഫ് വിഭാഗത്തിന് ചെണ്ടയുമാണ് പുതിയ ചിഹ്നങ്ങൾ. 2 ഇല ചിഹ്നം കിട്ടാത്തത് തിരിച്ചടിയാകില്ലെന്ന് PJ ജോസഫ്. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ KB ഗണേഷ് കുമാർ MLAയുടെ ഓഫീസ് സെക്രട്ടറിക്ക് മുൻകൂർ ജാമ്യം. B. പ്രദീപ് കുമാറിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി. വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന ഹർജിയിൽ B. പ്രദീപ് കുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയിൽ കാരാട്ട് ഫൈസൽ മത്സരിക്കില്ല. വിവാദത്തെ തുടർന്ന് പിന്മാറുന്നുവെന്ന് കാരാട്ട് ഫൈസൽ. 15ാം വാർഡിൽ INL മണ്ഡലം സെക്രട്ടറി OP റഷീദ് സ്ഥാനാർത്ഥിയാകും. കോതമംഗലം പള്ളി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ അപ്പീൽ ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് മാർത്തോമൻ ചെറിയ പള്ളി ഇടവകയിലെ യാക്കോബായ സഭയിലെ അംഗങ്ങൾ. മൂവാറ്റുപുഴ മുടവൂർ സെയിന്റ് ജോർജ് യാക്കോബായ പള്ളി സർക്കാർ ഏറ്റെടുത്തു. ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കൈമാറും. പ്രതിഷേധവുമായി യാക്കോബായ സഭാംഗങ്ങൾ.
തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AP ജയദേവൻ രാജിവെച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവന്റെ ഭാര്യയെ വൈസ് പ്രിൻസിപ്പലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് രാജിക്കത്ത് നൽകി. ശ്രീ കേരളവർമ്മ കോളേജിൽ ആദ്യമായാണ് വൈസ് പ്രിൻസിപ്പൽ നിയമനം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പരാതികൾ പരിഹരിക്കാൻ സമിതിയെ നിയോഗിച്ച് കോൺഗ്രസ്. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, തമ്പാനൂർ രവി, KP അനിൽകുമാർ എന്നിവരടങ്ങുന്ന സംസ്ഥാനതല സമിതിക്ക് ചുമതല. KPCCക്ക് ലഭിക്കുന്ന അപ്പീലുകൾ പരിഹരിക്കും. തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ സംസ്ഥാന നേതാവിനെ രംഗത്തിറക്കി BJP. സംസ്ഥാന വക്താവ് B ഗോപാലകൃഷ്ണൻ മേയർ സ്ഥാനാർത്ഥി. B ഗോപാലകൃഷ്ണൻ മത്സരിക്കുക കുട്ടംകുളങ്ങര ഡിവിഷനിൽ നിന്ന്. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി. കോഴിക്കോട് വിമാന ദുരന്തത്തിൽ CBI അന്വേഷണ ആവശ്യം തള്ളി ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. വിമാനാപകടങ്ങൾ അന്വേഷിക്കുന്നതിന് കൃത്യമായ നടപടിക്രമമുണ്ടെന്ന് കോടതി. അഭിഭാഷകനായ യശ്വന്ത് ഷേനായാണ് ഹർജി സമർപ്പിച്ചത്. ദേശീയ വാർത്തകൾ. രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 30,000-ലും താഴെയായി. 24 മണിക്കൂറിന്റെ 29,164 പോസിറ്റീവ് കേസുകളും 449 മരണവും. ചികിത്സയിലുള്ളവരുടെ എണ്ണം 4.5 ലക്ഷമായി കുറഞ്ഞു. രോഗമുക്തി നിരക്ക് 94%. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഡ് വാക്സിൻ 3ാം ഘട്ട പരീക്ഷണത്തിലെന്ന് നീതി ആയോഗ്. ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭീകരവാദമാണെന്ന് 12ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി. തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളായിരിക്കും ഭീകരവാദത്തിന്റെ ഉത്തരവാദികൾ. ഭീകരവാദത്തെ സംഘടിതമായി കൈകാര്യം ചെയ്യാൻ രാജ്യങ്ങൾ തയ്യാറാകണമെന്നും നരേന്ദ്രമോദി. മുംബൈയിലെ തലോജ ജയിലിൽ അവശനിലയിൽ കഴിയുന്ന കവിയും സാമൂഹ്യ പ്രവർത്തകരുമായ വരവര റാവുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ബോംബെ ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹർജി പരിഗണിച്ചപ്പോൾ സാങ്കേതിക തടസ്സമുണ്ടായതിനെ തുടർന്നാണ് ജാമ്യാപേക്ഷ മാറ്റിയത്. നാളെ നേരിട്ട് വാദം കേൾക്കുമെന്ന് ബോംബെ ഹൈക്കോടതി. വരവര റാവുവിനെ വിദഗ്ധ ഡോക്ടേഴ്സ് പരിശോധിച്ചില്ലെന്നും മെഡിക്കൽ റിപ്പോർട്ട് അപൂർണമാണെന്നും മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ്. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നുവെന്ന വാർത്ത നിഷേധിച്ച് കരുണാനിധിയുടെ മൂത്ത മകൻ MK അഴഗിരി. ആരൊക്കെയോ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് താൻ ആലോചിച്ചിട്ടില്ലെന്നും അഴഗിരി. ഈ മാസം 21-ന് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന പ്രചാരണവും തെറ്റെന്ന് അഴഗിരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലക്സംബർഗ് പ്രധാനമന്ത്രി സേവ്യർ ബൈച്ചലും ഈ മാസം 19-ന് കൂടിക്കാഴ്ച നടത്തും. വെർച്വൽ കൂടിക്കാഴ്ചയാണ് നടക്കുക. 2 ദശാബ്ദത്തിനിടെ ഇതാദ്യമായാണ് ഇരു രാഷ്ട്രങ്ങളുടെയും തലവന്മാർ കൂടിക്കാഴ്ച നടത്തുന്നത്. മുംബൈയിലെ ജയനഗർ മൈതാനിൽ തീപിടുത്തം, ആളപായമില്ല. തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം തുടരുന്നു. പഞ്ചാബിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 4 പേർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്ന് 11 കിലോ ഹെറോയിൻ പിടിച്ചെടുത്തു. ജലന്ധറിലെ ഷാക്കോട്ടിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. ഈ മാസം 26-ന് ദേശവ്യാപക പണിമുടക്കിന് ആഹ്വാനം ചെയ്ത് ട്രേഡ് യൂണിയനുകൾ. തീരുമാനം ഇന്ന് ചേർന്ന വെർച്വൽ യോഗത്തിൽ. പഞ്ചാബിലെ കർഷകരുടെ സമരത്തെ പിന്തുണയ്ക്കാനും തീരുമാനം. രാജ്യത്തെ 76% കോവിഡ് കേസുകളും ഡൽഹി, കേരളം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ 10 സംസ്ഥാനങ്ങളിൽ നിന്നെന്ന് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞയാഴ്ച 46,701 പേർ രോഗമുക്തി നേടി. കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്ര സർക്കാർ. ലവ് ജിഹാദ് തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി മധ്യപ്രദേശ് സർക്കാർ. ബില്ല് ഉടൻ സംസ്ഥാന നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്ര. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിയമം കൊണ്ടുവരാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഡൽഹിയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വീടുകൾ തോറും സർവേ നടത്താൻ തീരുമാനം. ഇതിനായി 8,000 ടീമിനെ നിയമിച്ചതായി നീതി ആയോഗ് അംഗം VK പോൾ. കോവിഡ് വ്യാപനം രൂക്ഷമായ മേഖലകളിലും സർവേ നടത്താൻ തീരുമാനം. ഗുപ്കർ അലയൻസിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകശ്മീരിനെ ഭീകരതയുടെയും പ്രക്ഷുബ്ധതയുടെയും കാലഘട്ടത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനാണ് ഗുപ്കർ അലയൻസ് ശ്രമിക്കുന്നതെന്നും അമിത്ഷാ. ഉത്സവങ്ങളും തെരഞ്ഞെടുപ്പും കോവിഡ് വ്യാപനത്തെ എങ്ങനെ ബാധിച്ചെന്ന് ഉടൻ വ്യക്തമാക്കുമെന്ന് കേന്ദ്രം. ദുർഗാപൂജ, ദീപാവലി എന്നീ ആഘോഷങ്ങളുടെ പ്രത്യാഘാതം വരും ആഴ്ചകളിൽ കണ്ടേക്കാമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പുതിയ കേസുകൾ ശ്രദ്ധയോടെ കാണേണ്ടതുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ. തമിഴ്നാട്ടിൽ അടുത്ത 2 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. കോവിഡ് പ്രതിരോധ നടപടികളിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ പ്രശംസിച്ച ലോകാരോഗ്യ സംഘടന. UP സർക്കാർ രൂപീകരിച്ച നടപടികൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാമെന്ന് WHO.
ഹൈറിസ്ക് കോൺടാക്റ്റുകൾ കണ്ടെത്തുന്നതിന് UP സർക്കാർ പ്രാധാന്യം നൽകിയെന്നും ലോകാരോഗ്യ സംഘടന. കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ നാളെ ഡൽഹിയിലെത്തും. മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായാണ് ഡൽഹി സന്ദർശനമെന്ന് സൂചന. ഡൽഹിയിൽ ഛാട്ട് പൂജയോടനുബന്ധിച്ച് കൂട്ടം കൂടിയുള്ള ആഘോഷങ്ങൾക്ക് നിയന്ത്രണം. കോവിഡ് പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഛാട്ട് പൂജ നടക്കുന്ന വെള്ളിയാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചു ഡൽഹി സർക്കാർ. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങൾക്ക് സ്മാർട്ട് ഫോൺ നൽകുമെന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. മേഖലയിൽ ഓൺലൈൻ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി. മേഖലയിലെ റോഡുകളുടെ വികസനത്തിനായി 100 കോടി വകയിരുത്തിയതായും നവീൻ പട്നായിക്. ക്വിക്ക് റിയാക്ഷൻ സർഫസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. 4 ദിവസത്തിനിടെ ഇത് 2ാം തവണയാണ് മിസൈൽ പരീക്ഷിക്കുന്നത്. ഒഡീഷയിലെ ചന്ദിപ്പൂരിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഉത്തർപ്രദേശിൽ കുട്ടികളെ പീഡിപ്പിച്ച് ദൃശ്യം ഓൺലൈനിൽ വിൽപ്പന നടത്തിയ കേസിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ എഞ്ചിനീയർ അറസ്റ്റ് ചെയ്ത് CBI. പീഡിപ്പിക്കപ്പെട്ടത് 5 വയസ്സിനും 16 വയസ്സിനും താഴെയുള്ള 50 കുട്ടികൾ. 3 ജില്ലകളിലെ കുട്ടികളെ 10 വർഷത്തോളമായി ഇയാൾ പീഡിപ്പിച്ചിരുന്നതായി CBI. മധ്യപ്രദേശിലെ രഹത്ഗാർ വെള്ളച്ചാട്ടത്തിൽ 5-അംഗ കുടുംബം മുങ്ങി മരിച്ചു. ഒരാൾ പരുക്കുകളോടെ ചികിത്സയിൽ. വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഇനി അന്തർദേശീയ വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5,55,00,000 കടന്നു. ആകെ മരണം 13,35,000 പിന്നിട്ടു. ചികിത്സയിൽ കഴിയുന്ന 99,000-ലേറെ പേരുടെ നില അതീവ ഗുരുതരം. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലീറ്റുകൾ കോവിഡ് വാക്സിൻ എടുക്കേണ്ടതില്ലെന്ന് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. താൽപര്യമുള്ളവർക്ക് വാക്സിൻ എടുക്കാമെന്നും IOC മേധാവി തോമസ് ബാച്ച്. ഫേസ്ബുക്ക്, ട്വിറ്റർ സിഇഒമാരായ മാർക്ക് സക്കർബർഗിനെയും ജാക്ക് ഡോർസിയെയും പാനലിന് മുന്നിൽ വിളിപ്പിച്ച് US സെനറ്റ്. 2 മാധ്യമങ്ങളിലെയും ഉള്ളടക്കം ക്രമീകരിച്ച് നടപടികളിൽ വാദം കേൾക്കും. അമേരിക്കൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നവമാധ്യമങ്ങൾ യാഥാസ്ഥിതിക ഉള്ളടക്കങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന റിപ്പബ്ലിക്കൻ ആരോപണത്തെ തുടർന്നാണ് നടപടി. മൊഡേണയുടെ 50 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ ബ്രിട്ടൻ പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങും. മൊഡേണ വാക്സിൻ 90%-ലധികം ഗുണകരമാണെന്ന് തെളിഞ്ഞതോടെയാണ് ബ്രിട്ടന്റെ നടപടി. ഫൈസർ കോവിഡ് വാക്സിൻ വാങ്ങുവാനും ബ്രിട്ടൻ കരാർ നൽകി. പെറൂവിയൻ തലസ്ഥാനമായി ലിമയിൽ സംഘടിച്ച പ്രതിഷേധക്കാർ. സർക്കാരിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരവർപ്പിച്ചു. പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുൻ പ്രസിഡന്റ് മാനുവൽ മെറീനോ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം തുടങ്ങി. മിങ്കുകളെ കൊല്ലാനുള്ള തീരുമാനത്തിന് നിയമപരമായ അംഗീകാരം നൽകാൻ ഡെൻമാർക്ക് സർക്കാർ. തീരുമാനത്തെ അംഗീകരിക്കുന്ന പാർട്ടികളുമായി സർക്കാർ ധാരണയുണ്ടാക്കി. സർക്കാർ നടപടിക്കെതിരെ മിങ്ക് കർഷകരുടെ കടുത്ത പ്രതിഷേധം. കോങ്കോയിൽ തീവ്രവാദി ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. ADF തീവ്രവാദികളാണ് ആക്രമണം നടത്തിയത്. മേഖലയിൽ സംഘർഷം രൂക്ഷം. എത്യോപ്യയിലെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നൊബേൽ പുരസ്കാര സമിതി. സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രസിഡന്റ് അബി മുഹമ്മദ് മുൻകൈയെടുക്കണമെന്നും സമിതി. 2019 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം അബി മുഹമ്മദിന് ലഭിച്ചിരുന്നു. ഫ്രാൻസിനെതിരെയുള്ള പ്രതിഷേധം പിൻവലിച്ച പാകിസ്ഥാനിലെ പ്രതിഷേധക്കാർ. വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായതിനെ തുടർന്നാണ് പ്രതിഷേധം പിൻവലിച്ചത്. ഫ്രാൻസുമായുള്ള നയതന്ത്ര ഇടപാടുകൾ പിൻവലിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. പ്രവാചകന്റെ കാരിക്കേച്ചർ പ്രസിദ്ധീകരിച്ച വിഷയത്തിലാണ് പാകിസ്ഥാനിൽ പ്രതിഷേധം തുടങ്ങിയത്. ജർമ്മനിയിലെ ഡ്രസ്ഡൻ റോയൽ പാലസ് മ്യൂസിയത്തിൽ കവർച്ച നടത്തിയ 3 പേർ അറസ്റ്റിൽ. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് കവർച്ച നടന്നത്. 770 അമൂല്യ വജ്രങ്ങൾ മോഷ്ടിച്ചു. വുഹാനിലെ വൈറസിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചൈനീസ് മാധ്യമ പ്രവർത്തകയ്ക്ക് 5 വർഷം തടവ്. 37-കാരിയായ സാങ് സാനാണ് മെയ് മാസം മുതൽ തടവ് അനുഭവിക്കുന്നത്. പുതുതായി പുറത്തുവിട്ട രേഖകളിലൂടെയാണ് സാങ് സാനെ തടവിലാക്കിയ വിഷയം പുറം ലോകം അറിഞ്ഞത്. പ്രശ്നം സൃഷ്ടിച്ചുവെന്നാരോപിച്ചാണ് തടവിന് വിധിച്ചത്. ബംഗ്ലാദേശിൽ സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ തടയാൻ പ്രത്യേക വനിതാ പോലീസ് ടീമിനെ നിയോഗിച്ചു. 6000-ലധികം സൈബർ കേസുകളാണ് അടുത്തിടെ ചാർജ് ചെയ്തത്. സ്ത്രീകൾക്ക് അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പുതിയ ടീം പ്രയോജനം ചെയ്യുമെന്ന് പോലീസ്. സ്പുട്നിക് 5 വാക്സിൻ ഇന്ത്യയിലും ചൈനയിലും ഉത്പാദിപ്പിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ഇതിനായുള്ള ഗവേഷണങ്ങൾ ദ്രുതഗതിയിലാക്കണമെന്നും പുടിൻ. വാക്സിൻ നിർമ്മാണത്തിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും റഷ്യൻ പ്രസിഡന്റ്. തായ്ലൻഡിൽ പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ച് പോലീസ്. തായ്ലൻഡ് പാർലമെന്റിന് സമീപം നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെയാണ് പോലീസ് നടപടി. ഭരണ സംവിധാനത്തിനെതിരെ രാജ്യത്ത് പ്രതിഷേധം തുടരുന്നു. തുർക്കിയിലെ ഇസ്താംബൂളിൽ സന്ദർശനം നടത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ. ഔദ്യോഗിക വിഷയങ്ങൾ ചർച്ചയാകില്ലെന്ന് സൂചന. US വിരുദ്ധ മുദ്രാവാക്യമുയർത്തി ടർക്കിഷ് യൂത്ത് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി.
ഫ്രാൻസിൽ സ്റ്റേഡിയങ്ങളിൽ കാണികളെ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് നടപടി. ജപ്പാനും ഓസ്ട്രേലിയയും തമ്മിൽ പ്രതിരോധ കരാറിന് ധാരണയായി. സൈനിക രംഗത്ത് ഇരു രാജ്യങ്ങളും സഹകരിക്കും. ഇൻഡോ പസഫിക് മേഖലയിൽ സാന്നിധ്യം ശക്തമാക്കുന്നതിനാണ് സഹകരണം. യുക്രൈൻ നേഷൻസ് ലീഗ് മത്സരങ്ങൾ റദ്ദാക്കി. 6 യുക്രൈൻ താരങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് തീരുമാനം. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള 2020 ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ച ന്യൂസിലൻഡ്. കെയ്ൻ വില്യംസണും ട്രെന്റ് ബോൾട്ടനും വിശ്രമം അനുവദിച്ചപ്പോൾ ഡവൻ കോൺവേ ടീമിൽ. ടിം സൗത്തി ടീമിനെ നയിക്കും. അയർലൻഡ് ഫുട്ബോൾ താരങ്ങളായ മാറ്റ് ഡോഹട്ടിക്കും ജെയിംസ് മക്ലീനും കോവിഡ്. ഇരുവർക്കും രോഗം സ്ഥിരീകരിച്ചത് വെയിൽസുമായി നടന്ന മത്സരത്തിന് ശേഷം. മറ്റു താരങ്ങൾക്ക് കോവിഡ് ടെസ്റ്റ് നടത്തിയെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും അധികൃതർ. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ബ്രസീൽ നാളെ യുറുഗ്വായെ നേരിടും. മറ്റൊരു യോഗ്യതാ മത്സരത്തിൽ അർജന്റീന നാളെ പെറുവിനെ നേരിടും. പ്രഥമ ലങ്ക പ്രീമിയർ ലീഗിനായി മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പത്താൻ ശ്രീലങ്കയിൽ. ലീഗിൽ കാന്റി ടസ്കേഴ്സിന് വേണ്ടിയാണ് ഇർഫാൻ പത്താൻ കളിക്കുന്നത്. നവംബർ 26-നാണ് ലങ്ക പ്രീമിയർ ലീഗിന്റെ ആദ്യ സീസൺ ആരംഭിക്കുന്നത്. എന്റർടൈൻമെന്റ് ന്യൂസ്. പുതുമുഖ താരങ്ങളായ അമീർ നിയാസും ശരത് വിക്രമും പ്രധാന വേഷത്തിലെത്തുന്ന തേറ്റയുടെ പോസ്റ്റർ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. ചിത്രീകരണം ഡിസംബർ 2-ന് ആരംഭിക്കും. നവാഗതനായ റനീഷ് യൂസഫാണ് സംവിധായകൻ. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 391 പേർക്ക് കൂടി കോവിഡ്. 561 പേർ രോഗമുക്തരായി. ജില്ലയിൽ 5 പേരുടെ മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിൽ ഇന്ന് 682 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 674 പേർക്കും രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെ. 3 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 2 പേരുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 622 പേർ രോഗമുക്തി നേടി. കൊല്ലം നെടുവത്തൂർ പഞ്ചായത്തിൽ CPIM-ൽ കൂട്ടരാജി. CPIM ബ്രാഞ്ച് സെക്രട്ടറി എൽ സന്തോഷും 10 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമാണ് രാജിവെച്ചത്. ജാതീയമായ വിവേചനം നേരിട്ടതിന്റെ പേരിലാണ് രാജിയെന്ന് പ്രവർത്തകർ. ആലപ്പുഴ ജില്ലയിൽ 364 പേർക്ക് കോവിഡ്. 345 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 8056ആയി. ആലപ്പുഴ ജില്ലയിൽ സ്വകാര്യ ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ലാബുകൾ, എക്സ്റേ, സ്കാനിംഗ് സെന്ററുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് കോവിഡ് വാക്സിൻ ഡേറ്റ ശേഖരണം തുടങ്ങി. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ ആവശ്യപ്പെട്ടുള്ള വിവരങ്ങൾ സമയബന്ധിതമായി നൽകേണ്ടതാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതകുമാരി. പത്തനംതിട്ട ജില്ലയിൽ 202 പേർക്ക് കോവിഡ്. 174 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 154 പേർക്ക് രോഗമുക്തി. നാട്ടുമാവുകൾ സംരക്ഷിക്കാൻ ഗവേഷണ പദ്ധതിയുമായി കേരള കാർഷിക സർവകലാശാല. സംരക്ഷിക്കുന്നത് ഗുണത്തിലും മണത്തിലും നിറത്തിലും വ്യത്യസ്തത പുലർത്തുന്ന മാവുകളെ. സദാനന്ദപുരം കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദുവിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി. കോട്ടയം ജില്ലയിൽ 429 പേർക്ക് കോവിഡ്. 427 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 501 പേർക്ക് രോഗമുക്തി. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ബിരുദ പ്രവേശനത്തിനുള്ള 1ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് പ്രവേശനം നേടാം. നവംബർ 18-ന് വൈകിട്ട് 4 വരെ ബന്ധപ്പെട്ട കോളേജുകളിൽ പ്രവേശനം നേടാൻ അവസരം. 1ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമുള്ള ഓപ്ഷൻ പുനഃക്രമീകരണത്തിന് നവംബർ 19-ന് സൗകര്യമുണ്ടായിരിക്കും. ഇടുക്കി ജില്ലയിൽ ഇന്ന് 116 പേർക്ക് കോവിഡ്. 86 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ഇടുക്കിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിഷേധം. ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഉപവാസ സമരം. പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പ്രസിഡന്റ് KN ദിവാകരൻ. എറണാകുളത്ത് ഇന്ന് 613 പേർക്ക് കോവിഡ്. 451 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 588 പേർക്ക് രോഗമുക്തി. കൊല്ലം ഇളമാട് സ്വദേശി ദിവാകരൻ നായരുടെ കൊലപാതകത്തിൽ ഒരു ബന്ധു കൂടി അറസ്റ്റിൽ. ഇൻഫോ പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത് ദിവാകരൻ നായരുടെ സഹോദരന്റെ മകൻ കൃഷ്ണൻ ഉണ്ണിയെ. വസ്തുതർക്കത്തെ തുടർന്ന് ദിവാകരൻ നായരെ എറണാകുളത്ത് വെച്ച് കൊലപ്പെടുത്തി. മൃതദേഹം ഉപേക്ഷിച്ചത് ഒക്ടോബർ 25-ന്. കൊച്ചി കോർപ്പറേഷൻ അതിർത്തിയിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ ഉടൻ തന്നെ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ S. സുഹാസ്. പൊതുസ്ഥലങ്ങളിലും നടപ്പാതകളിലും അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ളതും ഗതാഗത തടസ്സമുണ്ടാക്കുന്നതുമായ പരസ്യ ബോർഡുകളും ഹോർഡിംഗുകളും നീക്കം ചെയ്യണം. തൃശൂർ ജില്ലയിൽ ഇന്ന് 667 പേർക്ക് കോവിഡ്. 723 പേർക്ക് രോഗമുക്തി. 650 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ.
തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി ലൈസൻസ് ഉള്ളവർ തോക്കുകൾ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മുൻപാകെ ഹാജരാക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. പൊതുമേഖലാ ബാങ്ക്, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ, കായിക താരങ്ങൾ എന്നിവരെ ആയുധം സറണ്ടർ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി സ്ക്രീനിംഗ് കമ്മിറ്റി മുൻപാകെ അപേക്ഷ സമർപ്പിക്കണം. പാലക്കാട് ജില്ലയിൽ 380 പേർക്ക് കൂടി കോവിഡ്. 177 പേർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. 820 പേർക്ക് രോഗമുക്തി. തെറ്റായി GST നമ്പർ ഉപയോഗിച്ച് രാസവളം കടത്താൻ ശ്രമിച്ചയാൾ പിടിയിൽ. മൈസൂരിൽ നിന്നെത്തിച്ച 1 ലോഡ് രാസവളം കസ്റ്റഡിയിലെടുത്ത് GST വകുപ്പ്. നികുതിയും പിഴയുമായി 4.5 ലക്ഷം പിഴയടയ്ക്കാൻ നോട്ടീസ്. മലപ്പുറം ജില്ലയിൽ ഇന്ന് 776 പേർക്ക് കോവിഡ്. 734 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 497 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പനി ബാധിതർ മലപ്പുറത്ത്. ഓരോ ദിവസവും ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് മറ്റ് ജില്ലകളിലേക്കാൾ ഇരട്ടിയിലധികം രോഗികൾ. ഒരാഴ്ചക്കിടെ ചികിത്സ തേടിയത് 4442 പേർ. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മലപ്പുറം ജില്ലാ ഭരണകൂടം. അധികാരികളുടെ രേഖാമൂലമുള്ള മുൻകൂർ അനുമതി ഇല്ലാതെ പൊതുസ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളിലോ വൈദ്യുതി പോസ്റ്റുകളിലോ ടെലിഫോൺ പോസ്റ്റുകളിലോ തെരഞ്ഞെടുപ്പ് പരസ്യം സ്ഥാപിക്കുവാനോ പതിക്കുവാനോ പാടില്ലെന്ന് നിർദ്ദേശം. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 644 പേർക്ക് കോവിഡ്. 614 പേർക്കും രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. 831 പേർക്ക് രോഗമുക്തി. കോഴിക്കോട് നടുവട്ടത്തുള്ള സർക്കാർ ക്ഷീരപരിശീലന കേന്ദ്രം ഡയറി ഫാമും ലൈസൻസിംഗ് വ്യവസ്ഥകളും എന്ന വിഷയത്തിൽ ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 21-നായിരിക്കും ഓൺലൈൻ പരിശീലനം. താൽപര്യമുള്ള ക്ഷീരകർഷകർ 20-ന് ഉച്ചയ്ക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണം. കോഴിക്കോട് മുക്കം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ കൊട്ടേഷൻ സംഘം ഒരാളെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. കൊടിയത്തൂർ സ്വദേശി സിയാഉൽ ഹഖ് ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ. സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായാണ് ആക്രമണമെന്ന് പ്രാഥമിക നിഗമനം. വയനാട് പനമരം ബാങ്ക് ആക്രമണ കേസിലെ പ്രതി KP രാജീവൻ റിമാൻഡിൽ. കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് 14 ദിവസത്തേക്ക്. മാവോയിസ്റ്റ് ബന്ധം സംബന്ധിച്ച അന്വേഷണത്തിൽ തെളിവൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ലെന്ന് സൂചന. വയനാട് കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി അരിവാൾ രോഗിയായ 3-ാം ക്ലാസ്സുകാരനും പിതാവും. അരിവാൾ രോഗികളോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. 8 വർഷമായി പെൻഷൻ ലഭിച്ചിട്ടില്ലെന്ന് പരാതി. കണ്ണൂർ ജില്ലയിൽ 335 പേർക്ക് കൂടി കോവിഡ്. 308 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 631 പേർ കൂടി രോഗമുക്തി നേടി. കാസർഗോഡ് ജില്ലയിൽ 96 പേർക്ക് കോവിഡ്. 130 പേർക്ക് രോഗമുക്തി. 94 പേർക്കും രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. ആധുനിക രീതിയിൽ നവീകരിച്ച കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷൻ തുറന്നു. ജില്ലാ പോലീസ് മേധാവി D. ശിൽപ IPS ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് DYSP വിനോദ് MP അധ്യക്ഷനായി. ഫാക്ട് ചെക്ക്. കോവിഡ് വ്യാപനത്തിനിടെ കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ വൻ തിരക്കെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം. വാർത്തയോടൊപ്പം പ്രചരിക്കുന്ന വീഡിയോ വെസ്റ്റ് ബംഗാളിലെ രണഘട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള 2018-ലെ ദൃശ്യങ്ങൾ. വോട്ട് ഭിന്നിപ്പിക്കാൻ അമിത്ഷായും ഒവൈസിയും തമ്മിൽ രഹസ്യ ധാരണയുണ്ടായിരുന്നതായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതായി വ്യാജ പ്രചാരണം. സത്യാവസ്ഥ പരിശോധിക്കാം. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂടാറുന്നതേയുള്ളൂ. ജയത്തിന്റെയും തോൽവിയുടെയും കാര്യകാരണങ്ങൾ കണക്കുകൂട്ടി തീർന്നിട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾ. ഒവൈസി വോട്ട് ഭിന്നിപ്പിച്ചതുകൊണ്ടാണ് മഹാസഖ്യം പിന്നോട്ടു പോയതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതിനു പിന്നാലെ പുതിയൊരു വീഡിയോ കുത്തിപ്പൊക്കി വിവാദം കൊഴുപ്പിക്കുകയാണ് വ്യാജന്മാർ. കെജ്രിവാളിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അമിത്ഷായും ഒവൈസിയും തമ്മിൽ രഹസ്യധാരണ. പ്രതിപക്ഷത്തിനെതിരെ വിഭാഗീയത ആയുധമാക്കുന്നു. ഇതാണ് വൈറൽ വീഡിയോയുടെ വിവരണം. വീഡിയോയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഷാ ഒവൈസിമാർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുമുണ്ട്. അമിത്ഷായും അക്ബറുദ്ദീൻ ഒവൈസിയും കൂടിക്കാഴ്ച നടത്തി. പുറമേ ശത്രുക്കളെന്ന് തോന്നുമെങ്കിലും പ്രചാരണ വേദികളിൽ ഒവൈസി എന്തു പറയണമെന്ന തിരക്കഥ അമിത്ഷായാണ് തയ്യാറാക്കുന്നത്. വർഗീയത പടർത്തി ലാഭം കൊയ്യാൻ ഇരുകൂട്ടരും ധാരണയായി എന്നിങ്ങനെ നീളുന്നു കെജ്രിവാളിന്റെ ആരോപണങ്ങൾ. സീമാഞ്ചൽ മേഖലയിൽ ഒവൈസിയുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയത് NDAയെ സഹായിക്കാനാണെന്ന വിമർശനത്തിനിടയിൽ വീഡിയോ വൈറലായി. ഒരു ഭാഗത്ത് നവംബർ 5-ന് നടക്കുന്ന വോട്ടെടുപ്പിനെ കുറിച്ച് കെജ്രിവാൾ പറയുന്നുണ്ട്. എന്നാൽ ഈ വർഷത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നവംബർ 5 പോളിംഗ് ദിനമായിരുന്നില്ല. തുടർന്ന് ഇന്റർനെറ്റിൽ പരതിയപ്പോൾ വീഡിയോ 2016 ജൂലൈ 18-ന് ഡൽഹി സർക്കാർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണെന്ന് കണ്ടെത്തി. മുൻ BJP MLAയും പിന്നീട് ആം ആദ്മിയിൽ ചേരുകയും ചെയ്ത യദീൻ ഓസ പുറത്തുവിട്ട കത്തിനെക്കുറിച്ചാണ്
വീഡിയോയിൽ കെജ്രിവാളും മനീഷ് സിസോദിയയും ചർച്ച ചെയ്യുന്നത്. യതിൻ ഓസയുടെ ആരോപണത്തെക്കുറിച്ചുള്ള വാർത്ത 2016 ജൂലൈ 11 ഔട്ട്ലുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. വീഡിയോ 5 വർഷം പഴക്കമുള്ളതാണെന്ന് വ്യക്തം. പുതിയ സന്ദർഭത്തിൽ തെറ്റിദ്ധരിപ്പിക്കും വിധം അത് വീണ്ടും പ്രചരിക്കുകയാണ്. വീഡിയോ വ്യാജമല്ല, പക്ഷേ അതിന്റെ ഉള്ളടക്കം ഉപയോഗിച്ച് തേഞ്ഞു പോയിരിക്കുന്നു. പഴയ വീഞ്ഞിന് പുതിയ കുപ്പി എന്നതുപോലെ ആളുകളെ പറ്റിക്കുന്നതാണ് വീഡിയോയ്ക്ക് നൽകിയിട്ടുള്ള പുതിയ ആമുഖം. ഇപ്പോൾ കിട്ടിയത് എം ശിവശങ്കർ കസ്റ്റംസ് ഓഫീസറെ വിളിച്ചെന്ന് സമ്മതിച്ചെന്ന മൊഴി കേസ് രേഖകളിൽ ഇല്ലെന്ന് കോടതി. ജാമ്യാപേക്ഷ എതിർത്ത് ഇഡി നൽകിയ പ്രധാന വാദം ശിവശങ്കർ ഇത്തരത്തിൽ മൊഴി നൽകിയെന്നായിരുന്നു. സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് ശിവശങ്കറിന് അറിവുണ്ടായിരുന്നുവെന്നും ശിവശങ്കർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ചെന്നും സ്വപ്ന സുരേഷ് ഇഡിക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിൽ 2840 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിന്റെ 68 മരണം. സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 17,52,509. ഗോ എയർ റിയാദ് ഡൽഹി വിമാനം മെഡിക്കൽ എമർജൻസിയെ തുടർന്ന് കറാച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. യാത്രക്കാരിൽ ഒരാൾക്ക് അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം ധരിച്ചെത്തിയ 11 പേരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഗുവാഹട്ടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. LGBI വിമാനത്താവളത്തിന് സമീപത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. ഔദ്യോഗിക ID കാർഡുകൾ ഇല്ലാത്തതിനെ തുടർന്നാണ് അറസ്റ്റ്. ഇവരിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തിയിട്ടില്ല. പിടിയിലായവരുടെ ലക്ഷ്യം വ്യക്തമല്ലെന്ന് ഗുവാഹട്ടി പോലീസ്. AK ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണിക്ക് കോവിഡ്. AK ആന്റണി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ നിരീക്ഷണത്തിൽ. AK ആന്റണിയുടെ പരിശോധനാ ഫലം നാളെ ലഭിക്കും.